കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ തികയുന്നില്ല എന്ന് വിഷമിക്കുന്ന അമ്മയാണോ നിങ്ങൾ? പൗഡർ പാൽ കൊടുക്കുന്നതിന് മുൻപ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഒരു നേഴ്സ് എന്ന നിലയിൽ ശാസ്ത്രീയമായ ചില വഴികൾ ഞാൻ പറഞ്ഞു തരാം. എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുലപ്പാൽ കുറവാണെന്ന് കരുതി ടെൻഷൻ അടിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് പാല് വരുന്നില്ല എന്നോ കുഞ്ഞിൻ്റെ വിശപ്പ് മാറുന്നില്ല എന്നോ ഒക്കെ പറഞ്ഞ് പ്രസവം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അമ്മമാർ കുപ്പിപ്പാൽ കൊടുക്കാൻ തുടങ്ങും. പക്ഷേ പൗഡർ പാലിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു നേഴ്സ് എന്ന നിലയിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. കുഞ്ഞ് എത്ര കുടിക്കുന്നോ അത്രയും പാൽ, അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഏറ്റവും വലിയ രഹസ്യം ഇതാണ്. കുഞ്ഞ് എത്രത്തോളം സക്ക് ചെയ്യുന്നുണ്ടോ അത്രത്തോളം പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതിനെ പ്രോലാക്റ്റിൻ എന്ന ഹോർമോൺ ആണ് ഇത് നിയന്ത്രിക്കുന്നത്. പാല് കുറവാണെന്ന് കരുതി കുഞ്ഞിന് കൊടുക്കാതിരിക്കരുത്. ഓരോ 2 മണിക്കൂറിലും കുഞ്ഞിന് പാല് നൽകുക. കുഞ്ഞ് വലിച്ചു കുടിക്കുമ്പോൾ കുഞ്ഞിൻ്റെ തലച്ചോറിലേക്ക് ഒരു സിഗ്നൽ പോകും, കൂടുതൽ പാൽ വേണം എന്ന്. അപ്പോൾ ശരീരം താനെ പാൽ ഉൽപ്പാദിപ്പിക്കും. മാന്ത്രികമായ ഭക്ഷണങ്ങൾ, അതായത് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ആദ്യമായി ഉലുവ. ഇതിൽ ഈസ്ട്രജൻ പോലുള്ള ഘടകങ്ങൾ ഉണ്ട്. ഉലുവ കഞ്ഞിയോ വെള്ളമോ കുടിക്കുന്നത് മുലപ്പാൽ ഇരട്ടിയാക്കാൻ സഹായിക്കും. രണ്ടാമത്തേതായി വെളുത്തുള്ളിയാണ്. ഇതിൻ്റെ ഗന്ധം പാലിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും. പണ്ട് കാലത്ത് പ്രസവരക്ഷയിൽ വെളുത്തുള്ളിക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. മൂന്നാമത്തേത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്, പ്രത്യേകിച്ച് പപ്പായ. പച്ച പപ്പായ തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. നാലാമതായി മുരിങ്ങയില. അയണും കാൽസ്യവും ധാരാളമുള്ള മുരിങ്ങയിലയിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളം. അമ്മ ഒരു ഹൈഡ്രേഷൻ മെഷീൻ ആയിരിക്കണം. ഓരോ തവണ പാൽ കൊടുത്തു കഴിയുമ്പോഴും ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അമ്മയുടെ മാനസിക നില, അതായത് ലാക്ടേഷൻ ആൻഡ് സ്ട്രെസ്. ഇവിടെയാണ് പലരും പരാജയപ്പെടുന്നത്. അമ്മ ടെൻഷൻ അടിച്ചാൽ പാലിൻ്റെ ഉൽപ്പാദനം കുറയും. അതുകൊണ്ട് നിങ്ങൾ സമാധാനമായി ഇരിക്കുക. വീട്ടിലുള്ളവർ അമ്മയെ വഴക്ക് പറയാതെയും പേടിപ്പിക്കാതെയും നോക്കണം. പാല് കുറവാണെന്ന് പറഞ്ഞ് അമ്മയെ കൂടുതൽ മാനസികമായി തളർത്താൻ ശ്രമിക്കരുത്. നല്ല പാട്ടുകൾ കേൾക്കുക, സന്തോഷമായിരിക്കുക. പാല് കൊടുക്കുമ്പോൾ കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ട് പാല് കൊടുക്കുക. അടുത്തതായിട്ട് ശരിയായ പൊസിഷനാണ് ലാച്ചിങ്. പാലുണ്ടായിട്ടും കാര്യമില്ല, അത് കുഞ്ഞിന് എങ്ങനെ കിട്ടണം, എങ്ങനെ കൊടുക്കണം, കുഞ്ഞ് ശരിയായ രീതിയിൽ ആണോ കുടിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഇതിനെ പ്രോപ്പർ ലാച്ചിങ് എന്ന് പറയും. വായ നന്നായി തുറന്ന് കറുത്ത ഭാഗം, അതായത് ഏരിയോള ഉൾപ്പെടെ കുഞ്ഞ് നുണയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് വേദന കുറയ്ക്കാനും പാൽ ശരിയായി ഒഴുകാനും സഹായിക്കും. കുഞ്ഞിൻ്റെ തൂക്കം കൃത്യമായി കൂടുന്നുണ്ടെങ്കിൽ ദിവസം 6 മുതൽ 8 തവണയെങ്കിലും കുഞ്ഞ് മൂത്രമൊഴിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കുഞ്ഞിന് ആവശ്യമായ പാല് അമ്മയിൽ നിന്നും കിട്ടുന്നുണ്ടോ എന്ന്. മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വേറെയും ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പാലും മുട്ടയുമാണ്. പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ അമ്മ കഴിച്ചാൽ പാലിൻ്റെ ക്വാളിറ്റി കൂടും. ശരീരത്തിന് നൽകേണ്ട വിശ്രമം. കുഞ്ഞുറങ്ങുമ്പോൾ അമ്മയും ഉറങ്ങണം. ഉറക്കം കുറഞ്ഞാൽ ശരീരത്തിൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള കഴിവ് കുറയും. നടുവിന് സപ്പോർട്ട് കൊടുത്ത് ഇരുന്ന് വേണം പാല് കൊടുക്കാൻ, അല്ലെങ്കിൽ അമ്മയ്ക്ക് നടുവേദന വന്ന് ആ ടെൻഷനിൽ പാല് കുറയാൻ സാധ്യതയുണ്ട്. നിർബന്ധമായും ഒഴിവാക്കേണ്ടവയാണ് ഞാൻ ഈ പറയുന്നത്. അമിതമായ കാപ്പി, ചായ, കെഫീൻ അടങ്ങിയ ഐറ്റംസ്. ഇത് കുഞ്ഞിന് ഉറക്കമില്ലായ്മ ഉണ്ടാക്കും. മാനസിക വിഷമം ഉണ്ടാക്കുന്ന ചർച്ചകൾ നിർബന്ധമായും ഒഴിവാക്കണം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.